നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, ഏജീസ് ഓഫീസ്. നിങ്ങൾക്കേവർക്കും റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. KSR ആണ്. KSRൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട 41 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയോടനുബന്ധിച്ചിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. KSR റൂൾസ് പാർട്ട് 1, 2 and 3. 2 TA ആണ്, 3 പെൻഷനാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാക്സിമം നമ്പർ ഓഫ് ഒക്കേഷൻസ് ആൻഡ് ഓഫീസർ ഈസ് എലിജിബിൾ ടു ഡ്രോ TA ഫോർ ദ ജേർണി ടു ആൻഡ് ഫ്രോ ടു അറ്റൻഡ് ദി ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്. ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് മാക്സിമം എത്ര TA കൊടുക്കാം? ഓബ്ലിഗേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആ ടെസ്റ്റ് എഴുതേണ്ടതാണ്. ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടെസ്റ്റ് എഴുതുന്നില്ല, അങ്ങനെയൊക്കെ ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അത് ഓബ്ലിഗേറ്ററി അല്ല. വേറാസ് അക്കൗണ്ട് ടെസ്റ്റ്, PSCയുടെ അക്കൗണ്ട് ടെസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ്, അതൊരു ഓബ്ലിഗേറ്ററി ടെസ്റ്റാണ്. യു ഹാവ് ടു പാസ് ദാറ്റ് ടെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് മാക്സിമം നിങ്ങൾക്ക് എത്ര TA കിട്ടും എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ 2. And it is said in Rule 77 KSR Part 2 TA rules. Then question number 2: which among the following purposes joining time is not treated as a duty? അതായത് ഈ ജോയിനിങ് ടൈം ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കാത്ത ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, calculation of qualifying service for pension. പെൻഷൻ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കാൻ ജോയിനിങ് ടൈം കണക്കാക്കുമോ ഇല്ലയോ എന്നാണ്. അതുപോലെ B, കാൽക്കുലേഷൻ ഓഫ് സർവീസ് ഫോർ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. C, കാൽക്കുലേഷൻ ഓഫ് സർവീസ് ഫോർ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ. D, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനൊന്നും ഇതിൽ ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നാണ്. അതായത് ജോയിനിങ് ടൈം ഇതിൽ ഏതിനു വേണ്ടി ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയില്ല. അങ്ങനല്ല, ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾക്കും അത് ഡ്യൂട്ടി ആയിട്ട് തന്നെ കണക്കാക്കും. അതുകൊണ്ടാണ് ആൻസർ നൺ ഓഫ് ദീസ്. സോ ആൻസർ ഓപ്ഷൻ D ആൻഡ് C, ചാപ്റ്റർ 10 KSR. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3: വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഇൻ ദ കേസ് ഓഫ് മെറ്റേണിറ്റി ലീവ്? മെറ്റേണിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ട് ഈ താഴെ പറയുന്നതിൽ ഏത് കാര്യം തെറ്റാണ് എന്നാണ്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ഫോർ 180 days. ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് എത്ര ദിവസത്തേക്കാണ്? 180 daysനാണ്. അത് ശരിയോ തെറ്റോ? ദെൻ ഇറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ ഡിഫറെൻറ്റ് സ്പെൽസ്. പല സ്പെല്ലുകളിലായിട്ട് അത് അവൈൽ ചെയ്യാം. ഇറ്റ് ഈസ് കണക്റ്റഡ് ആസ് സർവീസ് ഫോർ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ. അത് പ്രൊബേഷന് കണക്കാക്കും. നൺ ഓഫ് ദീസ്, ഇത് 4ാമത്തെ ഓപ്ഷൻ. ഇതിൽ ഏതാണ് ശരി? അതായത് ഈ പറഞ്ഞതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ ഡിഫറെൻറ്റ് സ്പെൽസ്. പല സ്പെല്ലുകളിലായിട്ട് ഇത് മെറ്റേണിറ്റി ലീവ് അവൈൽ ചെയ്യാം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻഡ് യു റീഡ് റൂൾ 100 KSR Part 1. Then question number 4: in connection with the performance of official duty, an officer had to stay in another district for 15 days. How will you calculate the admissible DA? അതായത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായിട്ട് മറ്റൊരു സ്റ്റേഷനിൽ അദ്ദേഹം ഡ്യൂട്ടി നിർവഹിക്കുകയായിരുന്നു എങ്കിൽ 15 ദിവസമാണ്. അപ്പോൾ ആ പീരീഡിൽ അദ്ദേഹത്തിന് DA, ഡെയിലി അലവൻസ്, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ഫുൾ DA ഫോർ 10 days. ഔട്ട് സ്റ്റേഷനിലാണെങ്കിൽ TA പഠിപ്പിച്ചപ്പോൾ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഫുൾ DA ഫോർ 10 days ആൻഡ് 3/4 ഫോർ ബാലൻസ് 5 days. ബാക്കി 5 ദിവസത്തേക്ക് 3/4 ഓഫ് ദ DA അഡ്മിസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ 15 daysനും ഫുൾ DA കൊടുക്കില്ല എന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 59 KSR Part 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 5: കോമ്പൻസേഷൻ ലീവ് ഷുഡ് ബി അവാർഡഡ് വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം വിച്ച് ദ ഹോളിഡേ ദ എംപ്ലോയി ഹാഡ് വർക്ക്ഡ്. അതായത് കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി
പിന്നെ ഹോളിഡേയിൽ വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ലീവിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്. ആ കോമ്പൻസേഷൻ ലീവ് ഒരു സ്പെസിഫിക് പീരീഡിനകം അദ്ദേഹം അവെയിൽ ചെയ്തിരിക്കണം. ആ കാല അളവ് ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എത്ര ദിവസത്തിനകം അല്ലെങ്കിൽ എത്ര മാസത്തിനകം അദ്ദേഹം അത് അവെയിൽ ചെയ്തിരിക്കണം. ആൻഡ് ആൻസർ ഈസ് 3 months. ദാറ്റ് ഈസ് സെറ്റ് ഇൻ അനക്ഷർ 7 സെക്ഷൻ 3(3) ഓഫ് KSRലാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ഫുൾ ടൈം കണ്ടിജൻറ്റ് എംപ്ലോയി ഈസ്. ഒരു ഫുൾ ടൈം കണ്ടിജൻറ്റ് എംപ്ലോയിയുടെ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എത്രയാണ്? ആൻഡ് ആൻസർ 56. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് സെയിം സ്കെയിൽ പ്രൊമോഷൻ? ഒരു സെയിം സ്കെയിൽ പ്രൊമോഷന് എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിക്കൽ സ്കെയിലിലേക്കാണ് ഒരാളിന് പ്രൊമോഷൻ കിട്ടുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നത് ഏത് റൂൾ അനുസരിച്ചായിരിക്കും എന്നാണ്. അത് KSRൻ്റെ റൂൾ 30 ഓഫ് KSR പാർട്ട് 1 ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇഫ് ദർ ഈസ് എ സ്റ്റേജ് ഇൻ ദ ന്യൂ സ്കെയിൽ, അല്ലെങ്കിൽ പ്രൊമോട്ടഡ് പോസ്റ്റിൻ്റെ സ്കെയിലിൽ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ഹിസ് പേ വിൽ ബി ഫിക്സ്ഡ് ഇൻ ദാറ്റ് സ്കെയിൽ. റൂൾ 30 കാണുക. നമ്മൾ KSRൽ അത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൂൾ 30 സെയിം സ്റ്റേജ് ഫിക്സേഷനാണ്. ദെൻ ക്വസ്റ്റ്യൻ 8. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ട്രാൻസ്ഫർ TA ഈസ് എലിജിബിൾ ഒൺലി ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ബിയോണ്ട് ദ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ ഒരാളിനൊരു ട്രാൻസ്ഫർ കൊടുക്കുന്നു, അയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം KSRൽ 8 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് വിത്തിൻ 8 kilometers ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി ട്രാൻസ്ഫർ TA. അപ്പോൾ അതിൻ്റെ റൂളാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ശരിയോ തെറ്റോ എന്നാണ്. ദെൻ ഇറ്റ് ഈസ് റൂൾ 65 KSR പാർട്ട് 2 വിത്ത് റൂൾ 1236 KSR പാർട്ട് 2 നിങ്ങൾ നോക്കുക. അപ്പോൾ വിത്തിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെങ്കിൽ ട്രാൻസ്ഫർ ടിക്ക് എലിജിബിലിറ്റി ഇല്ല എന്നർത്ഥം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. An LDC in Revenue Department had applied for 10 days earned leave. The concerned Tahsildar had denied earned leave and granted commuted leave. Mark a comment on this act of Tahsildar. Is it legal? അതൊരു എംപ്ലോയി കൃത്യമായിട്ടും അയാൾ 10 ദിവസം ഏൺ ലീവ് തന്നെയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ തഹസീൽദാർ കമ്മ്യൂട്ടഡ് ലീവ്, അതിൻ്റെ നേച്ചർ ഓഫ് ലീവ് ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ അങ്ങനെ ലീവിൻ്റെ നേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളൊരു ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ ലീവ് തന്നെ ആയിരിക്കണം സാങ്ഷൻ ചെയ്യേണ്ടതെന്നർത്ഥം. ഹയർ അതോറിറ്റി ആയാലും അതിൻ്റെ ലീവിൻ്റെ നേച്ചർ മാറ്റാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ദിസ് ഈസ് ഇനി അതല്ല, ഏതെങ്കിലും ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ലീവായിട്ട് വേണമെങ്കിൽ ബാക്കി കൊടുക്കാം. അല്ലാതെ ഒരു നേച്ചർ ഓഫ് ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചർ മാറ്റാൻ അധികാരമില്ല. സോ ഹിസ് ആക്ട് ഈസ് ഇല്ലീഗൽ ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ നോട്ട് ബിലോ റൂൾ 65 ഓഫ് KSR. ദെൻ ക്വസ്റ്റ്യൻ 10. ദ മാക്സിമം പോർഷൻ ഓഫ് പെൻഷൻ അലൗഡ് ടു കമ്മ്യൂട്ടീസ്. ഈ പെൻഷൻ്റെ എത്ര % മാക്സിമം ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക? ആൻഡ് ആൻസർ 40%. റൂൾ 3 റെഡ് വിത്ത് പാര 5 പെൻഷൻ റിവിഷൻ ഓർഡേഴ്സ് 2021 പെൻഷൻ റൂൾസിൽ ഉള്ളതാണത്. ദെൻ പേ റിവിഷനിലാണ് പുതിയ ഈ 40%. നേരത്തെ ഉള്ള അങ്ങനെ തന്നെയായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ 11. പെറ്റേണിറ്റി ലീവ് ഷുഡ് ബി അവെയിൽഡ്. ഈ പെറ്റേണിറ്റി ലീവ് എപ്പോഴാണ് അവെയിൽ ചെയ്യാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് എലിജിബിലിറ്റി ഉള്ളതെന്നാണ്. ആൻഡ് ആൻസർ 10 days ബിഫോർ ഓർ വിത്തിൻ 90 days ഓഫ് ഡെലിവറി. ഡെലിവറിക്ക് 10 ദിവസം മുമ്പോ അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിലോ ആ ലീവ് അവെയിൽ ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ റൂൾ 102B ഓഫ് പാർട്ട് 1 KSR. ദെൻ 12. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് നെസസറി ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ ഈസ് സബ്മിറ്റഡ് ആഫ്റ്റർ. സാധാരണ പെൻഷൻ കമ്മ്യൂട്ടേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്ന സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 year ആണ്. അതായത് റിട്ടയർ ചെയ്ത് 1 year കഴിഞ്ഞിട്ടാണ് കമ്മ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹി ഹാസ് ഡെഫിനറ്റ്ലി ടു സബ്മിറ്റ് ദി മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. Then this is as per rule 5(2) KSR part 3. Then question number 13. Leave not due is to be debited in the dash account. അപ്പോൾ ലീവ് നോട്ട് ഡ്യൂ ഉണ്ട്. ഹാഫ് പേ ലീവ് തീർന്നു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് എംപ്ലോയിക്ക് ലീവ് നോട്ട് ഡ്യൂ എടുക്കാം. അത് എവിടെയാണ് ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ
ഹാഫ് പേ ലീവ് അക്കൗണ്ടിലാണ്. അതായത് ഫ്യൂച്ചർ ഏൺ ചെയ്യുന്ന ഹാഫ് പേയിൽ ഡെബിറ്റ് ചെയ്യുന്ന ലീവിനെയാണ് നമ്മൾ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ റൂൾ 85 ഓഫ് KSR. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, അപ്പൻഡിക്സ് 12A ലീവ് ഈസ് സാങ്ഷൻഡ് ഫോർ. ഈ അപ്പൻഡിക്സ് 12A LWA എടുക്കുന്നത് സാങ്ഷൻഡ് ഫോർ എന്ത് പർപ്പസിന് വേണ്ടിയാണ് അത് അനുവദിക്കുന്നതെന്നാണ് ചോദ്യം. എ, സ്റ്റഡി പർപ്പസ്, ബി, ഫോർ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് അബ്രോഡ്, സി, ഫോർ ജോയിനിങ് സ്പൗസ്, ഡി, നൺ ഓഫ് ദിസ്. ആൻഡ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഫോർ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് അബ്രോഡ്. വിദേശത്ത് മറ്റ് ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ചു തരുന്ന ലീവാണ് അപ്പൻഡിക്സ് 12A അനുസരിച്ചുള്ള LWA. ദാറ്റ് ഈസ് മാക്സിമം 5 years. ദെൻ ക്വസ്റ്റ്യൻ 15, ഫോർ ദ പർപ്പസ് ഓഫ് TA ഓഫീസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് കാറ്റഗറീസ്. DA കണക്കാക്കുന്നതിന് വേണ്ടി ഓഫീസേഴ്സിനെ എത്ര കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്നാണ്. ഇറ്റ് ഈസ് 4 categories ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ പേ റിവിഷൻ ഓർഡേഴ്സ് 2021. ക്വസ്റ്റ്യൻ 16, വാട്ട് ഈസ് ദ നോർമൽ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ? സാധാരണയായിട്ട് ഒരു നോർമൽ കേസിൽ ഫാമിലി പെൻഷൻ എത്ര %ആണ്? ആൻഡ് ആൻസർ 30% ഓഫ് ദി ബേസിക് പേ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്ര പേ ഉണ്ടോ അതിൻ്റെ 30% ആണ് ഫാമിലി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ പെൻഷൻ റിവിഷൻ ഓർഡേഴ്സ് 2021. ക്വസ്റ്റ്യൻ നമ്പർ 17, വിച്ച് among the following service shall not be considered as qualifying service for granting time bound higher grade? ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കണക്കാക്കുന്നതിന്, ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നതിന് ഈ താഴെ പറയുന്നതിൽ ഏത് പീരീഡാണ് കണക്കാക്കാത്തത് എന്നാണ് ചോദ്യം. എ, LWA ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, LWA അണ്ടർ അപ്പൻഡിക്സ് 12A, സി, മെറ്റേണിറ്റി ലീവ് പീരീഡ്, ഡി, പെറ്റേണിറ്റി ലീവ് പീരീഡ്. ഇതേതാണ് കൺസിഡർ ചെയ്യാത്തത്? യു നോ ദാറ്റ് ഇറ്റ് ഈസ് LWA അണ്ടർ അപ്പൻഡിക്സ് 12A. ആ പീരീഡ് ഇതിനെന്നല്ല ഒന്നിനും ക്വാളിഫയിങ് സർവീസായിട്ട് കണക്കാക്കില്ല. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18, ദ മാക്സിമം പീരീഡ് ഓഫ് LWA ഗ്രാൻഡഡ് അണ്ടർ അപ്പൻഡിക്സ് 12C ഈസ്. ഇപ്പോൾ അപ്പൻഡിക്സ് 12C LWA മാക്സിമം എത്ര പീരീഡാണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് അനുവദിച്ച് കൊടുക്കുന്നതെന്നാണ്. ആൻഡ് ഓപ്ഷൻസ് 20 years, 10 years, 6 years, 5 years. The correct answer is 5 years ആണ്, ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് ആസ് പെർ ജിയോ ഡേറ്റഡ് 5/11/2020. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പണ്ട് 10, 20 ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 5 years മാത്രമേ അപ്പൻഡിക്സ് 12C അനുസരിച്ച് കൊടുക്കൂ. 12A 12B അനുസരിച്ചും 5 years മാത്രമേ നൽകാറുള്ളൂ. Then 19, an agriculture officer travelled in department vehicle and returned back to headquarters within 24 hours. The total incidental expense plus DA for halt is limited to dash DA. ഒരു അഗ്രികൾച്ചർ ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിളാണ് യാത്ര ചെയ്തത്. അദ്ദേഹം 24 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ ഔട്ട് സ്റ്റേഷൻസൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് എലിജിബിൾ ആയിട്ടുള്ള TA എന്താണെന്നാണ്. അതിൻ്റെ ആൻസർ ഇൻസിഡൻ്റലും DA എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിന് ഒരു DAയ്ക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 110 KSR പാർട്ട് 2. ദെൻ ക്വസ്റ്റ്യൻ 20, മിനിമം ക്വാളിഫയിങ് സർവീസ് റിക്വയർഡ് ഫോർ വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഒരാളിന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മിനിമം എത്ര ഇയേഴ്സ് ക്വാളിഫയിങ് സർവീസ് ഉണ്ടായിരിക്കണം? സർവീസല്ല, ക്വാളിഫയിങ് സർവീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ആൻസർ 20 years. And you can see it in Rule 56, Part 3, Pension Rules. Then question number 21, the maximum number of half-pay leave that can be credited in service book. അതായത് ഇപ്പോൾ നമുക്ക് ഓരോന്നിനും ലിമിറ്റ് ഉണ്ട്. അതുപോലെ ഹാഫ് പേ ലീവ് മാക്സിമം എത്രയാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ഓപ്ഷൻസ് A 300, B 100, C 250, D no maximum limit. ആൻഡ് ആൻസർ ഹാഫ് പേ ലീവിന് ലിമിറ്റ് ഇല്ല. ഹൗ മച്ച് യു ഏൺ that can be availed. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ്, റൂൾ 74 ഓഫ് KSR പാർട്ട് 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22, ബോയ് സർവീസ് മീൻസ്. എന്താണ് ബോയ് സർവീസ് എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ സർവീസ് പ്രയർ ടു ദി ഏജ് ഓഫ് 18. 18 വയസ്സ് തികയുന്നതിന് മുൻപ് അയാൾക്ക് സർവീസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ബോയ് സർവീസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 9
KSR പാർട്ട് 3 പെൻഷൻ റൂൾസിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ ദ കേസ് ഓഫ് പ്രൊമോഷൻ ഫ്രം ലോവർ ടു ഹയർ പോസ്റ്റ് ദ മോണിറ്ററി ബെനിഫിറ്റ് ഈസ് ഫ്രം. ഇപ്പോൾ ഒരാളിന് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് അയാളെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഹയർ പോസ്റ്റിലെ പേ എന്ന് മുതലാണ് അഡ്മിസിബിൾ ആയിട്ടുള്ളതെന്നാണ്. ആൻഡ് ആൻസർ ഡേറ്റ് ഓഫ് അസ്യൂമിങ് ചാർജ് ഇൻ ദി ഹയർ പോസ്റ്റ്. ദ ഡേറ്റ് ഓൺ വിച്ച് ഹി അസ്യൂംസ് ചാർജ് ഓഫ് ദി ഹയർ പോസ്റ്റ്. ഒരുപക്ഷെ അയാൾ ജോയിനിങ് ടൈമൊക്കെ എടുത്ത് അവിടെ ചെന്ന് അല്ലാതെ അയാൾക്ക് ഓർഡർ കിട്ടുന്ന ദിവസം മുതലല്ല എന്നർത്ഥം. ഹി ഈസ് എലിജിബിൾ ഫോർ ദ ഹയർ പേ ഫ്രം ദ ഡേറ്റ് ഹി അസ്യൂംസ് ചാർജ് ഇൻ ദി ഹയർ പോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 23AF പാർട്ട് 1 KSR. Then question number 24. In the case of a journey beyond 50 kilometers, the onward journey can be performed on the day before and return journey on the day after completing the official business. State whether this statement is true or false. അതായത് 50 കിലോമീറ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് ജേർണി ബിയോണ്ട് 50 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ദി ഓൺവേർഡ് ജേർണി ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡേ ബിഫോർ ആൻഡ് റിട്ടേൺ ജേർണി ഓൺ ദ ഡേ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ഒഫീഷ്യൽ ബിസിനസ്. അതായത് 50 കിലോമീറ്റേഴ്സിന് അപ്പുറത്തുള്ളൊരു യാത്രയാണ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ജേർണി ഓൺ ദി പ്രീവിയസ് ഡേ. തലേ ദിവസം തന്നെ ആ യാത്ര ആരംഭിക്കാം. അതുപോലെ തിരിച്ച് 50 കിലോമീറ്റേഴ്സ് ദൂരെ നിന്നാണ് നിങ്ങൾ മടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം അവിടെ നിന്ന് പോരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം 50 എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റേഴ്സിനുള്ളിലാണ് എങ്കിൽ ഈ രണ്ട് ജേർണിയും ഓൺവേർഡ് ജേർണിയും റിട്ടേൺ ജേർണി യു ഹാവ് ടു പെർഫോം ഓൺ ദ ഡേ ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ നോട്ട് 2 ബിലോ റൂൾ 14 ഓഫ് KSR പാർട്ട് 2. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. ആൻഡ് employee during the first year of service will earn leave at the rate of. ഒരു പെർമനൻറ്റ് എംപ്ലോയി, ഒരു PSC അപ്പോയിൻമെൻറ്റിൽ വരുന്ന എംപ്ലോയിക്ക് ഫസ്റ്റ് ഇയർ ഏൺ ലീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർ എവരി 22 days he will be given an earned leave. ദാറ്റ് മീൻസ് 1/22 വെച്ചിട്ടാണ് ഈ 365 days കണക്കാക്കുന്നത്. അത് റൂൾ 86 KSR പാർട്ട് 1 അനുസരിച്ചിട്ടാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. ലീവ് കൻ നോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ഇൻ വിച്ച് റൂൾ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ്. അതായത് നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ എനിക്ക് ആ ലീവ് എടുക്കാം, ഈ ലീവ് എടുക്കാം, ഞാൻ ലീവിൽ പോകുന്നു എന്നൊക്കെ ആളുകൾ പറയും. ബട്ട് വൺ തിങ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ദാറ്റ് ലീവ് ഈസ് നോട്ട് എ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദി അതോറിറ്റി. അതായത് നിങ്ങളുടെ മേലെ ഉദ്യോഗസ്ഥൻ്റെ അധികാരമാണ് നിങ്ങൾക്ക് ലീവ് തരണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ടത് ഒരു റൈറ്റായിട്ടൊരിക്കലും കണക്കാക്കാൻ പാടില്ല. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 65 പാർട്ട് 1 KSR. Then question number 27. Maximum period allowed to continue on deputation continuously. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ അയച്ചു എങ്കിൽ the maximum period that you can spend on deputation is only 5 years. So that is a very important rule. അടുത്ത question number 28. Pension papers shall be submitted at least a dash before the date of retirement from service. ഇപ്പോൾ പെൻഷൻ പേപ്പേഴ്സ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അക്കൗണ്ടൻറ്റ് ജനറൽക്ക് തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ റൂളായിട്ടും വന്നിട്ടുണ്ട്. അതായത് 1 year ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഫ്രം സർവീസ്. സർവീസിലിരിക്കെ തന്നെ, അതായത് 1 വർഷം റിട്ടയർമെൻറ്റ് ഡേറ്റിന് 1 വർഷം മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. അതെനിക്ക് ഇടയ്ക്കൊരു ഒരു ഇൻക്രിമെൻറ്റ് കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. കാരണം സബ്സിക്വൻ്റായിട്ട് ആ ഇൻക്രിമെൻറ്റ് നൽകുകയും അത് പിന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്താലും മതിയാവും. കാരണം നിങ്ങൾ റിട്ടയർ ചെയ്താൽ ഉടൻ പെൻഷൻ കിട്ടണമെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് ദ പെൻഷൻ പേപ്പേഴ്സ് 1 year ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 113A, റൂൾ 115A ഓഫ് KSR പാർട്ട് 3. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. When departmental proceedings are continued against a retired officer, he is paid only dash pension. ഒരു ലീഗൽ പ്രൊസീഡിങ്സ് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരെ എടുത്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് റെഗുലർ പെൻഷൻ കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊസീഡിങ്സൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ച് അതിന് ശേഷം മാത്രമേ ഫൈനൽ റെഗുലർ പെൻഷൻ കൊടുക്കൂ. അതുവരെ പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹി ഈസ് എലിജിബിൾ ഫോർ പ്രൊവിഷണൽ പെൻഷൻ. So it is said in rule 3A small a KSR part 3.
അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു പ്രൊവിഷണൽ പെൻഷൻ ഫൈനലൈസ് ചെയ്യുന്ന ആ കേസ് ഫൈനലൈസ് ചെയ്യുന്ന ഇടവേളയിൽ അദ്ദേഹത്തിനൊന്നും കൊടുക്കാതിരിക്കരുത്. ഹി മസ്റ്റ് ബി പെയ്ഡ് എ പ്രൊവിഷണൽ പെൻഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30, ജേണി ഓൺ ട്രാൻസ്ഫർ ഈസ് ഹെൽഡ് ടു ബിഗിൻ ഫ്രം ആൻഡ് എൻഡ്സ് ഇൻ. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫർ ടി എ അത് ആരംഭിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്, എവിടെയാണ് ആ യാത്ര അവസാനിക്കുന്നത്. ആൻഡ് ആൻസർ ഇറ്റ് ബിഗിൻസ് ഫ്രം റെസിഡൻസ് ആൻഡ് എൻഡ്സ് ഇൻ റെസിഡൻസ് അറ്റ് ദി ഔട്ട് സ്റ്റേഷൻ. അതുപോലെ തന്നെ ടൂർ ടി എ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ടൂർ ടി എ ആണെങ്കിൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് എൻഡ്സ് അറ്റ് അനദർ ഓഫീസ്. അതുപോലെ തിരിച്ചും. അപ്പോൾ അതാണ് ടൂർ ടി എയും ട്രാൻസ്ഫർ ടി എയും തമ്മിലുള്ള വ്യത്യാസം. Then it is as per rule 15 KSR part 2. Then question number 31, which leave can be granted to an officer on suspension? സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഓഫീസർക്ക് ഏത് ലീവാണ് അനുവദനീയമായിട്ടുള്ളതെന്നാണ്. he is not eligible for any leave. No leave can be granted, rule 59 KSR part 1. Then compensation leave is not applicable for. കോമ്പൻസേഷൻ ലീവ് ആർക്ക് ആണ് അർഹതയില്ലാത്തത്? ഗ്രേഡ് 3 എംപ്ലോയീസ്, ഗ്രേഡ് 2 എംപ്ലോയീസ്, ഗസറ്റഡ് ഓഫീസേഴ്സ്, ഹെഡ് ഓഫ് ഓഫീസ്. ഇപ്പോൾ കോമ്പൻസേഷൻ ലീവ് നമ്മൾ പറഞ്ഞു, ഒരു ഹോളിഡേയിൽ അദ്ദേഹം വന്ന് ജോലി ചെയ്താൽ അദ്ദേഹത്തിന് അതിന് പകരം കോമ്പൻസേഷൻ ലീവ്. പക്ഷേ ഒരു ഹെഡ് ഓഫ് ഓഫീസ് ഒരു ഹോളിഡേയിൽ വന്ന് വർക്ക് ചെയ്താലും ഹീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി കോമ്പൻസേഷൻ ലീവ്. അതാണ് അതിൻ്റെ അർത്ഥം. സോ ഹെഡ് ഓഫ് ഓഫീസ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി കോമ്പൻസേഷൻ ലീവ്. And you can see the rule in Appendix 7, Section 3 of Part 1 KSR. Next is Rule 33. If the pension is not drawn for more than dash years, it ceases to be payable. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം നമ്മൾ പെൻഷൻ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. സോ you should not be absent for more than 3 years, and it is as per rule 3, rule 135 KSR part 3. അപ്പോൾ അതുകൊണ്ട് 3 വർഷത്തിന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലയെന്ന് മനസ്സിലാക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34, ചാർജ് അലവൻസ് ക്യാൻ ബി പെയ്ഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ്. ഇപ്പോൾ ഒരാളിന് ഒരു ഹയർ പോസ്റ്റിൻ്റെ ചാർജ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പകരം ആളിനെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരമുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ്. അങ്ങനെ ചാർജ് അലവൻസ് മാക്സിമം ഓഫീസർക്ക് എത്ര കാലം വരെ കൊടുക്കാൻ പറ്റും? ദ മാക്സിമം പീരീഡ് ഈസ് ഓൺലി 3 months. ബിയോണ്ട് ദാറ്റ് ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി ചാർജ് അലവൻസ്, ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ റൂൾ 53C of Part 1 KSR. Then 35, an audit officer in State Audit Department has 32 years and 2 months of service. For the calculation of DCRG, it will be rounded to dash years. ഒരു സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഡിറ്റ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എംപ്ലോയിക്ക് 32 yearsഉം 2 monthsഉം സർവീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ DCRG കണക്കാക്കാൻ വേണ്ടി ക്വാളിഫയിങ് സർവീസ് റൗണ്ട് ചെയ്ത് 33 years ആയിട്ട് മാറ്റും. അത് പെൻഷൻ്റെ റൗണ്ടിങ് റൂളിലാണ് അത് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36, എ പോസ്റ്റ് ക്രിയേറ്റഡ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് വിത്ത് എ ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ. മിനിസ്റ്റീരിയൽ പോസ്റ്റ്, പെർമനൻറ്റ് പോസ്റ്റ്, ടെമ്പററി പോസ്റ്റ്, പ്രിസംപ്റ്റീവ് പോസ്റ്റ്. അതായത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ടൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ആ പോസ്റ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും എന്നാണ്. അത് ആൻഡ് ആൻസർ എ ടെമ്പററി പോസ്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നിശ്ചിത കാലത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, റൂൾ 1234 of KSR Part 1. Then question number 37, at present there are dash time bound higher grades. ഇപ്പോൾ പുതിയ പേ റിവിഷൻ അനുസരിച്ച് എത്ര തരം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്സ് ഉണ്ടെന്നാണ്. ആൻസർ ഈസ് 4. യു സീ ദി പേ റിവിഷൻ ഓർഡേഴ്സ് 2021. So next is question number 38. The formula for calculating DCRG, റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് എങ്ങനെയാണ്? DCRG വർക്കൗട്ട് ചെയ്യുന്ന ഫോർമുലയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ലാസ്റ്റ് മന്ത്സ് ബേസിക് പേ പ്ലസ് DA ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ 2. അത് റൂൾ 66 KSR പാർട്ട് 3 ഈ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ DCRG കണക്കാക്കുന്നത്.
Then question number 39. While traveling in hill track, the employees are entitled to draw percentage of mileage allowance or DA. അതായത് ഹിൽ ട്രാക്കിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മൈലേജ് അലവൻസ് DAയുടെ എത്ര ശതമാനം കൂടി അധികരിച്ച് നൽകാം എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 25% ആണ്. അത് നോട്ട് 1 to Rule 44 KSR Part 2-ലാണ്. സാധാരണ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നതല്ല, ഹില്ലി ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് 25% കൂടി അധികമായി നൽകാവുന്നതാണ്. Then question 40. As per Rule 12 Part 1 KSR, Audit Officer is. ആരെയാണ് നമ്മൾ ഓഡിറ്റ് ഓഫീസർ എന്ന് വിവക്ഷിക്കുന്നത്? അതിൻ്റെ ആൻസർ C&AG's സ്റ്റാഫാണ്, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജനറലിലെ സ്റ്റാഫിനെയാണ് നമ്മൾ ഓഡിറ്റ് ഓഫീസർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then question 41. Part-time contingent employees retire at the age of. Part-time contingent employeeയുടെ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എത്രയാണ്? You know it is 70 and it is said in Rule 15 of special rules. Then 42. Advance increment can be sanctioned only by. ഇപ്പോൾ ഒരു മെറിറ്റോറിയസ് വർക്കിന് വേണ്ടി ഒരു എംപ്ലോയിക്ക് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് കൊടുക്കണം എന്ന് തോന്നിയാൽ ദ ഹെഡ് ഓഫ് ഓഫീസ് ക്യാൻ ഓൺലി റെക്കമെൻഡ്, ബട്ട് ഹീ കനോട്ട് ഗ്രാൻഡ് ദി അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ഗവൺമെൻറ്. അപ്പോൾ ആരാണ് അതിൻ്റെ അധികാരി? അതിൻ്റെ ആൻസർ ഗവൺമെൻറ്റാണ്. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ക്യാൻ ബി സാങ്ഷൻഡ് ഓൺലി ബൈ ഗവൺമെൻറ് ആൻഡ് യു ക്യാൻ സീ ദിസ് ഇൻ Rule 34 of KSR. Then question number 43. This is the last question. For granting TA, the primary condition is that travel should be made for. ഒരാളിന് TA കൊടുക്കണം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അയാൾക്ക് TA-ക്ക് അർഹത ഉണ്ടാകുന്ന എപ്പോഴാണ്? വെൻ ദി ട്രാൻസ്ഫർ ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് സ്വകാര്യ യാത്രകൾക്കൊന്നും TA കൊടുക്കില്ല എന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ Rule 1237 of Part 1 KSR. അപ്പോൾ ഇതോടുകൂടി ഈ കഴിഞ്ഞ തവണ വർഷം ചോദിച്ച 23-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ ഈ അടുത്ത പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ ധരിക്കുന്നു. അല്ലെങ്കിലും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും ഇതൊരുപാട് സഹായിക്കും. ഇത്രയും നേരം നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദി coming exam. Thank you.